ഹലോ എവ്രി വൺ, നമ്മൾ അടുത്തൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അച്ഛനും അമ്മയും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മിന ഡിസ്ട്രിക്റ്റിലേക്കാണ്. ഇവിടെ കുറച്ച് ചൂടുണ്ട്, പക്ഷേ എന്നാലും ഓക്കെ ആയിരിക്കും തോന്നുന്നു. ഇറങ്ങി വാ നോക്ക്, ചൂട് ഓക്കെ ആണോ നോക്ക്. ഓക്കെ ആണെങ്കിൽ ഇറങ്ങി. അമ്മ നീ കുറച്ചു നേരം വണ്ടിക്കകത്തിരി. ഇവിടെ നമുക്ക് മിന ഡിസ്ട്രിക്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങാം. ഓക്കെ, മുംബൈയൊക്കെ കിടക്കും തോന്നുന്നു മിക്കവാറും. ബോട്ടൊക്കെ കിടക്കുന്നതല്ല, അതാ ഈ കാണുന്ന മിന ഡിസ്ട്രിക്ട്. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി. കടലിനകത്താണെന്ന് പറയുകയില്ല. അമ്മക്ക് ഇഷ്ടപ്പെട്ടു? എന്താ പറയാനുള്ളത്? നല്ല സ്ഥലം. ചൂട് എങ്ങനെയുണ്ട്? ചൂട് ഉണ്ട്. ചൂടുണ്ട്. എന്താണ് മുംബൈ ഒക്കെ നമ്മള് സിനിമയിൽ മുംബൈ ഒക്കെ കാണുന്നതാണ് കൊണ്ടല്ലേ? കാണുന്ന അതേമാതിരി തന്നെ. അതും കടലിൽ നിമത്തിയ ഇതാണ്. മുംബൈയിൽ എവിടെ? നരിമൻ പോയിന്റ്. നരിമൻ പോയിന്റ് ഇത് കണക്ക് കടലിൽ നിമത്തിയ സ്ഥലമാണ്. അത് തന്നെ ഒരു വ്യത്യാസമില്ല. അതിനെ കോപ്പി അടിച്ചിരിക്കുകയാണ് തോന്നുന്നത്. അങ്ങനെയാവാം മുംബൈ. പക്ഷെ ഇവിടെ ഭയങ്കര സെറ്റപ്പല്ലേ നോക്കി. ഞാൻ വന്നപ്പോഴേ ഈ കാണുന്ന ഈ ബിൽഡിങ്സും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരു ബിൽഡിങ്സും ഇല്ല. ഇതൊക്കെ കടലിനകത്തേക്ക് പിന്നെ ഒരു നികത്തി ചെയ്ത ഈ മിന ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ സ്ഥലമല്ല. ഇത് കണക്കുള്ള സ്ഥലം സൗദിയിലുണ്ടോ? സൗദിയില് ഇത് കണക്കുള്ള സ്ഥലം കുറവാണ്. പക്ഷെ ചിലപ്പം ഇപ്പൊ ഒക്കെ കുറെ കായി കാണുന്നു. 17 വർഷമായില്ല. ഇന്ത്യയിലൊക്കെ ഉണ്ടാവും, നമ്മള് പോയിട്ടില്ലല്ലോ അവിടെ. റിയാദില് എന്തായാലും ഇല്ല. റിയാദില് കടലേ ഇല്ല. പക്ഷെ ഇവിടെ പക്ഷേ ഇത്രയും കടലിൽ അടുത്ത് കിടക്കണോ. ചൂടാണെങ്കിൽ നമുക്ക് നിൽക്കുന്നതിലൊക്കെ രസമുണ്ടല്ലേ? നല്ല നീല കളർ. നമ്മളെ കോവളം ബീച്ചിലെ അതേ കളറില്ല, അതിനേക്കാളും നല്ല കളർ അല്ലേ? അതിനെക്കാട്ടി നല്ല ഭയങ്കര പ്യൂർ ബ്ലൂ ആയിട്ട് നീല കളറായ നല്ല അതിമനോഹരമായ നീലം. നമ്മുടെ നാട്ടിൽ പോലും നീല കളറില്ല. അതാണ് അച്ഛൻ്റെ അഭിപ്രായം. ഞാൻ ബാക്കിലേക്ക് ഇടുന്ന കടലിൽ വീട് വന്നു. വണ്ടി കണ്ടോ? നമ്മളങ്ങനെ കറക്റ്റ് മിന ഡിസ്ട്രിക്റ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടി. ഇതൊരു കിടിലം ബിൽഡിംഗ് അല്ലേ? ഇത് അമ്മയ്ക്ക് അച്ഛന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണിത്. ഞാൻ പറഞ്ഞേക്കുന്ന ഹോട്ടലാണെന്നാണ്. പക്ഷേ ഓക്കെ, മേളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷ് മാർക്കറ്റ് ഇതായിരിക്കും. ശരിക്കും ലിറ്ററലി ഫിഷ് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിൽ കുക്ക് ചെയ്യിപ്പിക്കാം. 14 റിയാലേ ഉള്ളത് കിലോ. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് മീനാണെന്ന് എനിക്കറിയില്ല. തിലാപ്പിയ 14 റിയാലേ ഉള്ളൂ. പക്ഷെ ഇത്രയും ലക്ഷറിയിലാണ് ഈ മീൻ കിടക്കണമെന്ന് മീനിന് അറിഞ്ഞൂടല്ലേ? അതിൻ്റെ വിലയില്ല അതിന്. 27 റിയാൽ. ഇതൊരു പ്രോൺസിന് ഇപ്പോൾ വരുന്നത് നാട്ടിലൊരു 600 രൂപ അല്ലേ? നാട്ടിലും ഉണ്ട് ആ റേറ്റ്. ഇതാണ് സാൽമൺ കേട്ടോ അമ്മ. ഇംഗ്ലീഷുകാർ കഴിക്കുന്നത് സാൾട്ടും പെപ്പറും നാരങ്ങ മൊത്തം മാത്രം ബട്ടറും ഇട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. ഇത് ലോബ്സ്റ്റർ. ഇത് കനേഡിയൻ ആണ്. 1 കിലോ 190 രൂപ. ഇത് കണ്ട അച്ഛാ, ഇതിനകത്ത് കൊഞ്ചിൻ്റെ കണക്കൊരു മീറ്റ് കുറച്ചേ ഉള്ളൂ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഷെല്ലുണ്ട്. ചൈനക്കാരല്ല, ലോബ്സ്റ്റർ നമുക്ക് കഴിക്കാം അമ്മ. എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് തോന്നുന്നുണ്ട്? നോക്ക്, ലോബ്സ്റ്റർ നമുക്ക് കഴിക്കും. എക്സ്പെൻസീവ് ആണേ ഉള്ളൂ. ഇവിടെ വിഴിഞ്ഞത്ത് കിട്ടും. അതുകൊണ്ട് 1 കിലോ 190 രൂപയാലും. ഇത് ലോബ്സ്റ്റർ വെച്ചാ ഇതിനകത്ത് മീറ്റ് ഉണ്ട്. മറ്റേ ഇത് കണക്ക്. ഏത് കണക്ക്? ഞണ്ട് കണക്ക്. നല്ല ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ വിഴിഞ്ഞത്തൊക്കെ കിട്ടും. പക്ഷെ വിഴിഞ്ഞത്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഇവിടെ തന്നെ ഇപ്പോൾ വേണ്ട 5000 രൂപ അടുപ്പിച്ചുണ്ട് 1 കിലോ. 1 കിലോ വരും അത്. എന്താണ് ഇനി നമുക്ക് റൈറ്റിലേക്കാണ് പോവേണ്ടത്. ഞാൻ അമ്മൂനോടെ വിളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ. എന്ത് ഭയങ്കര വില? അത് 57 രൂപ. അത് ഒരു മീനല്ലേ? ഇത് ഏത് മീനാണെന്ന് നമുക്ക് അറിയോ? നമുക്ക് അറിയാവുന്ന മീനിനെ വെച്ച് കമ്പയർ ചെയ്യും. എന്നാലല്ലേ വില എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതാ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ. അച്ഛനോട് ചോദിച്ചറിയാം. അച്ഛാ എന്താ വില കൂടുതലെന്ന് തോന്നുന്ന? എത്ര ശതമാനം? 50%
ലുലുവിനെ കാട്ടിയോ? നാട്ടിലല്ല ലുലുവിനെ കാട്ടി 50% കൂടുതലുണ്ടല്ലേ? 50% കൂടുതൽ. ചിലപ്പോൾ ഇതിൻ്റെ വാടക കയറി 42. ഇതവിടെ 20 അല്ലേ? ആ ശരിയാ. നെമ്മീൻ താപ്പുറത്തുണ്ട് വരുന്നത്. അമ്മ മീൻ കണ്ടോണ്ടിരി കിലോ. ആ വലിയ നെമ്മീന് മറ്റേ കടയിലൊക്കെ 43 റിയാലുണ്ട്. 10 റിയാലാ, 10% കൂടുതൽ. ഇത് വലിയ നെമ്മീൻ അല്ലേ? ഇതിന് തല കിട്ടുമെന്ന് നോക്കച്ചോ. അമ്മയും അച്ഛനും ഫിഷ് മാർക്കറ്റ് കണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവിടെ നിൽക്കുകയാണ്. ഫിഷ് മാർക്കറ്റിൽ ഇത്രയും കാണാനുണ്ടെന്നുള്ളൊരു സ്കീമിലാണിപ്പോൾ. വേദ കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 hour ഉറങ്ങിയിട്ടുണ്ട് ഇപ്പം. സോ വേദനയും അമ്മൂനെ ഞാൻ വണ്ടിയിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോവുകയാണ്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അമ്മയച്ഛനും ഫിഷിൻ്റെ ഇത് കണ്ടിട്ട് ശരിക്കും കേട്ടിരിക്കുക. അത്രയ്ക്ക് ഉണ്ടല്ലോ. നീ ക്ഷീണിച്ച്, ഞാൻ ക്ഷീണിച്ച്. ഉപ്പ് ഇതടിച്ചിട്ടാ വേദ ഉറക്കം. ഇപ്പോഴും ഉറക്കം. കുറച്ചു നേരം ഉറങ്ങട്ടെ അല്ലേ? ഓനെ ഇത് മുഴുവൻ കൊടുക്കൂല, മുഴുവനേ കൊടുക്കുള്ളൂ. മീൻ ഫുള്ളായിട്ട് കൊടുക്കും. തല മാത്രം കൊടുക്കും. ഏത് മീനായാലും ഫുള്ളായിട്ട് കൊടുക്കും. തലയുടെ വെയിറ്റും കൂടെ ചേർത്തല്ലേ? ഇവിടെ മാത്രം അങ്ങനെയല്ലേ? മീന് ഫുള്ളായിട്ട് എടുത്താലും. പക്ഷെ ലുലുലൊക്കെ തല മാത്രമായിട്ട് കിട്ടും. തല മാത്രമായിട്ട് അത് അവിടെ വെട്ടി കൊടുക്കുമ്പോൾ തല കൊണ്ടുപോകില്ല. അങ്ങനെയാണ് ഈ തല കിട്ടുന്നത്. ഇവിടെ ഇല്ല. പ്രോഗ്രാം ഉണ്ടോ അതെ കഴിഞ്ഞോ? പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് തുടങ്ങാൻ പോകുന്നു അറിയില്ല. നോക്ക് അങ്ങോട്ട് നോക്ക്. എന്തോ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. പൊളിയായിരിക്കും തോന്നുന്നു. അമ്മയച്ഛന് ഇനി ആക്ച്വലി 2 ദിവസം കൂടെ ഉള്ളതിൽ എനിക്ക് നാളെ മറ്റന്നാളും വർക്കും ഉണ്ട്. 2 ദിവസത്തിൽ അവർ പോവും. പക്ഷേ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരു പീസ്ഫുൾ മോഡിലാണ്. അമ്മയച്ഛന് അവിടെ ഇരുന്നു. വാട്ടർ ഫൗണ്ടൈൻ ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഉറക്കമാണ്. ഇവിടെ തണുപ്പ് സമയത്ത് ദേശാടന പക്ഷികൾ കുറേ വരും. ഒരു വൈറ്റ് കളറിൽ ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ എടുത്തോണ്ട് പോകും. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ടാവില്ല. അത് കടലിലും ഇറങ്ങും, കരയിൽ പറക്കുകയും ചെയ്യും. ഹലോ ഹലോ. വേദ എണീറ്റാണ്. ഏതെങ്കിലും കൂട്ടുകാരെ കെട്ടിയിരിക്കുകയാണ്. ഹായ് പറയണ കാലുണ്ട്. കൊച്ചു കുട്ടികളാണ് പോകുന്നത് കേട്ടോ. ഇത് മറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലമ്മ. ഇത് മറിഞ്ഞാലും അമ്മ പൊടി തട്ടി എണീറ്റ് വരും. അത് മറിഞ്ഞാൽ കുഴപ്പമില്ല. സേഫ് അല്ലേ? ഫെറാറി കാറില് ജെസ്കി കണക്ക് കാറ്. എങ്ങനെയുണ്ട് അമ്മ ഈ സ്ഥലം? ഇവിടുന്ന് സൺസെറ്റ് ആണ് നല്ല ഭംഗിയാ. അച്ഛൻ വിചാരിച്ചാണ് തന്നെ ഖത്തർ? അതെ, ഒരുപാട് വ്യത്യാസം. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടും അച്ഛന് സത്യം പറഞ്ഞ നേരിട്ട് കാണുമ്പോഴേ ശരിക്കും മനസ്സിലാവുള്ളൂ അല്ലേ? അതുകൊണ്ട് ഇവരിപ്പോ ഖത്തറിൽ ഒരുപാട് വിസിറ്റേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. ഒരുപാട് പേര് ഖത്തർ കാണാനായിട്ട് വരുന്നുണ്ട്. അത് മാത്രം അവർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഇവിടെ ആരെങ്കിലും വരണമെങ്കിൽ ഈ ബ്ലൂ മെറൈനിലൊന്ന് കയറണേ. നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മീനുകൾ.
ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ മീൻ ഉണ്ടാകുന്നതിന് ഞാൻ ആലോചിച്ചു. അത് വളർത്തു മീനല്ല, മീനിനെ വിൽക്കുന്ന സ്ഥലം അക്വേറിയം. അമ്മ കണ്ടു നോക്ക്, ശരിക്കും നെട്ട്. ഏതെങ്കിലും കൊച്ചു ചേച്ചിക്ക് ഇത് നേരത്തെ കയറിയിട്ടുണ്ട്. ഫിഷ് എവിടെ വേദ? ഇത് നോക്ക്, സ്റ്റാർ ഫിഷ് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാത്തത് ഇവിടെ ഉണ്ട്. ഇതാരെങ്കിലും ഖത്തറിലുള്ളവർ കണ്ടിട്ടില്ലെങ്കിൽ വരണം കേട്ടോ. നല്ല രസമാണ്. മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കുകയും ചെയ്യാം. സ്റ്റാർ ഫിഷ് എടുക്കുന്നതല്ല. സ്റ്റാർ ഫിഷ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ തല ടീ കണക്ക് ഇരിക്കുന്ന മീനൊക്കെ ഉണ്ട്. നോക്കി, പാമ്പ് കണക്ക് ഇരിക്കും, പക്ഷേ വ്യത്യാസം കാണിച്ചു തരാം. നോക്കിക്കാം, നമ്മൾ വന്നിട്ട് ഒരുപാട് വർഷമായി. താഴ്ന്നിട്ട് ടിം ഹോട്ടൻസ് എന്നാണ് ഇവിടെ ഒരു കടയുണ്ട്. അക്വേറിയത്തിൽ ആക്ച്വലി എല്ലാ ഫിഷും ചേഞ്ച് ആയി നമ്മൾ ലാസ്റ്റ് ടൈം വന്നതിനെക്കാട്ടി. സോ ഇവിടെ കയറി നമ്മളൊരു 2 കോഫി ലാറ്റയും ഒരു കനേഡിയൻ മേപ്പിൾ കേക്ക് ഓർഡർ ചെയ്തു. നല്ല കസ്റ്റമർ സർവീസ് ആയിട്ടോ ഇവിടെ പറഞ്ഞു കേട്ടോ. നമ്മളങ്ങനെ കോഫി ഞാൻ കയ്യിലെടുത്തിട്ട് നടക്കുവാണ്. ലാറ്റ് അച്ഛൻ ബാക്കിലുണ്ട്. അമ്മയ്ക്ക് ഒരുപാട് ദൂരം ഇനി വണ്ടിയുടെ അടുത്തേക്ക് നടക്കണം. സോ നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. അമ്മയും വേദയും അമ്മുവും അവിടെ ആ കോഫി ഷോപ്പിൽ ഇരിക്കുവാണ്. സൺസെറ്റിന് മുമ്പ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തണമെന്നുണ്ടായിരുന്നു, കനത്ത് കൗട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലം. പക്ഷേ നടക്കത്തില്ല. സോ നമ്മൾ അവിടുത്തെ ഈവനിങ് എൻജോയ് ചെയ്യാം. സൺസെറ്റിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ കനത്ത് കൗട്ടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൺസെറ്റിന് അമ്മേനെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, അമ്മേനെ അച്ഛനെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ടൈറ്റായിട്ടുള്ള പാരൽ പാർക്കിംഗ് ഇപ്പോൾ ചെയ്തു അച്ഛൻ്റെ സഹായത്തോടെ. ലിറ്ററലി അതിനിടയിൽ സ്ഥലമില്ല. ഓക്കെ, കഷ്ടപ്പെട്ട് പാർക്ക് ചെയ്താൽ എങ്ങനെ എടുത്തിട്ടാണ് കണക്കോട്ടിയാർ കുറച്ചുകൊണ്ട് ലൈറ്റ് ഉറപ്പ് പറഞ്ഞത്. പക്ഷെ അമ്മയ്ക്ക് അച്ഛന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ ഇറങ്ങി നടക്കുക. നമ്മൾ അവിടെ ഇരുന്ന വേദിക്ക് കുറച്ച് നേരം ഫുഡ് കൊടുക്കും. കണക്കോട്ടിയാറിൽ വന്ന് വഴി തെറ്റി. അമ്മ അച്ഛനും ഞാൻ അങ്ങനെ ലാസ്റ്റ് താഴെ കണ്ടു. അമ്മ അച്ഛനും നോക്കിയിട്ട് 0 നോക്കി വരാൻ പറഞ്ഞു. ഈ ലിഫ്റ്റിൽ ഇപ്പോൾ വരുമായിരിക്കും. ഓപ്പോസിറ്റ് സൈഡാ. ഇവിടെ കുറെ സ്ഥലത്ത് ഇങ്ങനെയാ. ലിഫ്റ്റിൽ ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ അല്ലായിരുന്ന കയറുന്ന അപ്പർ സൈഡിൽ ഇറങ്ങുന്ന ഇപ്പർ സൈഡിൽ. വേദാ അച്ഛൻ്റെ കൈത്താ ബാ കമോൺ. അച്ഛമ്മ വിളി. അച്ഛൻ്റെ കൈ വരും, അച്ഛമ്മേനെ കൈ വേണ്ടെന്ന്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വേഗം ഫുഡൊക്കെ കൊടുക്കുക. നല്ല രസമുണ്ട് ഈ സ്ഥലം. അമ്മ കിടന്നാ തളർന്ന ഇത്രയൊക്കെ ലക്ഷ്യം. അച്ഛമ്മ കിടന്ന വേദ? അച്ഛമ്മ സ്ലീപ്പിംഗ്? വിശക്കുന്നു കേട്ടോ ഭാഗത്തിന്. നമുക്ക് വിശപ്പായില്ലേ? ഇവിടെ ബാക്കി ഫുഡ് ഇട്ടിരുന്ന് കണ്ട കാഴ്ചയാണ്. ഹലോ പപ്പി. ഇത് നമ്മൾ ടി വിയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പഴാ കാണുന്നത്. ഇത് ബ്യൂട്ടി പാർലറൊക്കെ തന്നെ. ഇതിപ്പം ഇവിടെ പറഞ്ഞുണ്ട് ഇവിടെ ഒരു പൂച്ചയുണ്ട് കണ്ടോ? മക്കളെ പോലെ ബിങ്കോ ഉണ്ട്. അച്ഛനെ വിളിച്ച് കാണിക്കാനാണ് വേദക്കത്തിലുണ്ട്. നമുക്കില്ലാത്ത സാധനങ്ങളാണ് പട്ടിക്കുള്ളതുണ്ടോ. ചില ആൾക്കാർക്ക് ദേഷ്യം വരും. പട്ടിക്ക് എന്താ അതായിക്കൂടെ? ഏതാ കമ്മെന്ന് പറ. കമ്മെന്ന് പറ വേദ. വേദ കമ്മെന്ന് പറ. മുടി പിടിക്കുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ആ പട്ടിയെ കൊണ്ടുവന്ന് ഞാനാണ്. അച്ചാദ്യല്ലേ ഇത് കാണുന്നത്? പൂച്ചന് നോക്ക്, കാഴ്ച നോക്ക്. അവിടെ ഒരു പൂച്ച കേട്ടോ, അതിനെ കാണുന്നില്ല കേട്ടോ. ഇവർക്ക് ഇതൊക്കെ ചെയ്ത് ചെയ്ത് നല്ല ശീലമുണ്ട് കേട്ടോ. പട്ടിക്കുള്ള സ്ട്രോളർ പൂച്ചയ്ക്ക് കൊണ്ടുപോകാം. ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. കൊള്ളാം, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ.
നമ്മളിപ്പോ പെറ്റ്സിനെ ഒന്ന് വളർത്തിയിട്ടൊക്കെ ഒരുപാട് നാളായില്ല. അച്ഛന് പൂച്ചയുണ്ട്, എന്തെങ്കിലും വേണോ ഇവിടുന്ന്? അച്ഛൻ്റെ പൂച്ചക്ക് പാവ എൻ്റെ പൂച്ച. അച്ഛൻ്റെ പൂച്ചക്ക് പാലും എന്തൊന്നും, പിന്നെ എന്ത് മീന്? ചാള മീൻ, ഫ്രഷ് എല്ലാം. നമ്മൾ ലാസ്റ്റ് അമ്മുവിൻ്റെ ഫ്രണ്ട് സൈറയുടെ വീട്ടിൽ വന്ന് അവിടുന്ന് ഡിന്നറും കഴിച്ച് ഈ വീഡിയോ എൻഡ് ചെയ്യുകയാണ്. അമ്മു ബൈ പറഞ്ഞു. വേദ ബൈക്കൊക്കെ ഓടിച്ച് തകർക്കുകയാണ്. പോയി